വെൽക്കം ഓൾ. ഇന്ത്യൻ ഹിസ്റ്ററി 3-ലെ 4ാമത്തെ മൊഡ്യൂളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നാഷണൽ മൂവ്മെൻറ്റ് ആഫ്റ്റർ 1990 എന്നുള്ളതാണ് ഈ മൊഡ്യൂളിൻ്റെ പേര്. ഇതിൽ മഹാത്മാഗാന്ധിയുടെ കടന്നുവരവോടുകൂടി ദേശീയ പ്രസ്ഥാനത്തിലുണ്ടായിട്ടുള്ള മാറ്റങ്ങളും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള വിവിധ സമര മാർഗങ്ങളും ഇടതുപക്ഷ ഐഡിയോളജിയെക്കുറിച്ചിട്ടും അതുപോലെ ഇന്ത്യൻ പാർട്ടീഷൻ വരെയുള്ള കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. അതായത് ഇന്ത്യയെ പാകിസ്ഥാനെ രണ്ടാക്കി വിഭജിക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. ഗാന്ധിജിയുടെ കടന്നുവരവ് മുതൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതും ഇന്ത്യയെ രണ്ടാക്കി വിഭജിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ മൊഡ്യൂളിൽ കാര്യമായിട്ട് പറയുന്നുള്ളത്. അപ്പോൾ ഈ മൊഡ്യൂളിൽ ഫസ്റ്റായിട്ട് വരുന്ന ഹെഡിങ് ഐഡിയോളജീസ് ആൻഡ് പ്രാക്ടീസ് ഓഫ് മഹാത്മാഗാന്ധി എന്നുള്ളതാണ്. മഹാത്മാഗാന്ധിയുടെ കടന്നുവരവ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൽ എന്ത് മാറ്റമാണ് ഉണ്ടാക്കിയത്, അതാണ് ഇതിൽ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇന്ത്യയിൽ ദേശീയ പ്രസ്ഥാനങ്ങൾ ശക്തിയാർജിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഗാന്ധിജി 1915 ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയിട്ടുള്ളത്. അദ്ദേഹം 1863 ഗുജറാത്തിലെ പോർബന്തറിൽ ജനിക്കുകയുണ്ടായി. പിന്നീട് അദ്ദേഹം ലണ്ടനിൽ പോയിട്ട് നിയമപഠനമൊക്കെ നടത്തി അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ദക്ഷിണാഫ്രിക്കയിലായിരുന്നു. അങ്ങനെ 1915 ദക്ഷിണാഫ്രിക്കയിലത്തെ സേവനം അവസാനിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഇന്ത്യയിലേക്ക് തിരിച്ചെത്തുകയാണ്. തൻ്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ആശയങ്ങളിലൂടെയും സമരമുറകളിലൂടെയും അദ്ദേഹം ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് ശക്തിയേറി. അതുപോലെ തന്നെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിലെ ഒരു പ്രധാനപ്പെട്ട നേതാവായിട്ട് ഗാന്ധിജി മാറുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ആശയങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കാം. ഫസ്റ്റ് വരുന്നത് ഐഡിയ ഓഫ് സത്യാഗ്രഹം എന്ന് പറയുന്ന ആശയം. അത് ദക്ഷിണാഫ്രിക്കയിൽ വർണ്ണ വിവേചനത്തിനെതിരെ പോരാടിയ സമയത്താണ് അദ്ദേഹം ഈ സത്യാഗ്രഹം എന്ന് പറയുന്ന ആശയം വികസിപ്പിച്ചെടുത്തിട്ടുള്ളത്. ഈ സത്യാഗ്രഹത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് സത്യവും അതുപോലെ ആക്രമണരാഹിത്യവുമാണ്. ഒരു സത്യാഗ്രഹി എപ്പോഴും സത്യം പിന്തുടരുന്നവനും അതുപോലെ സമാധാനം ഉള്ളവനുമായിരിക്കണമെന്ന് ഗാന്ധിജി പറയുന്നുണ്ട്. അതുപോലെ ഒരു സത്യാഗ്രഹി എപ്പോഴും തിന്മ ഒഴിവാക്കണമെന്ന് കൂടെ പറയുന്നുണ്ട്. ഇത് അദ്ദേഹം സത്യാഗ്രഹിയിൽ കാണുന്ന ഒരു ക്വാളിറ്റിയാണ്. ഓക്കെ, ലിയോ ടോൾസ്റ്റോയ് അതുപോലെ തന്നെ ജോൺ റസ്കിൻ എന്നിവരുടെ ആശയങ്ങളിൽ നിന്നാണ് അദ്ദേഹം സത്യാഗ്രഹം എന്ന് പറയുന്ന ആശയം ഗാന്ധിജി വികസിപ്പിച്ചെടുത്തിട്ടുള്ളത്. ഗാന്ധിയുടെ അഭിപ്രായത്തിൽ സാമ്രാജ്യത്തിനെതിരെയും അതുപോലെ ഏത് ശക്തനായ എതിരാളിയും ചെറുക്കാനുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള ആയുധമായിട്ടാണ് ഗാന്ധിജി സത്യാഗ്രഹത്തെ കണ്ടിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞത് ഒരു യഥാർത്ഥ സത്യാഗ്രഹി ദൈവത്തിലും അതുപോലെ അഹിംസയിലും വിശ്വസിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഐഡിയ ഓഫ് സത്യാഗ്രഹത്തിനെ കുറിച്ചിട്ടാണ്. ദക്ഷിണാഫ്രിക്കയിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് ഈ സത്യാഗ്രഹം എന്ന് പറയുന്ന രീതി അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു സത്യാഗ്രഹിക്ക് വേണ്ട ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു. അടുത്തതാണ് നോൺ വയലൻസ് അഥവാ അഹിംസ. ഗാന്ധിജിയുടെ ഒരു ടൂളാണ് അഹിംസ എന്ന് പറയുന്നത്. അഹിംസയിലൂടെ ഗാന്ധിജി അർത്ഥമാക്കുന്നത് ഒരാളെയും ഹിംസിക്കാതിരിക്കുക, ഒരാളെയും കൊല്ലാതിരിക്കുക, അല്ലെങ്കിൽ ഒരാളെയും വേദനിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ വാക്കുകളിലൂടെയോ ചിന്തകളിലൂടെയോ പ്രവൃത്തികളിലൂടെയോ യാതൊരു വെറുപ്പും ഉണ്ടാക്കരുത് എന്നുള്ളതാണ്. ഓക്കെ, അഹിംസയിലൂടെ സമാധാനത്തിലൂടെ ഉന്നമനവും ഉറപ്പുവരുത്താൻ കഴിയുമെന്ന് ഗാന്ധിജി അഭിപ്രായപ്പെട്ടു. അതായത് അങ്ങനത്തെ സമരങ്ങളും മറ്റൊക്കെ എന്ത് സമരം നടത്തുകയാണെങ്കിലും അതിൽ ആരെയും ആക്രമിക്കാതിരിക്കണം, അതുപോലെ ആരെയും കൊല്ലാതെ സമാധാനപരമായ മാർഗത്തിലായിരിക്കണം സമരപരിപാടികളും മറ്റും നടക്കേണ്ടതാണ് എന്നാണ് ഗാന്ധിജി ഉദ്ദേശിച്ചിട്ടുള്ളത്. നോൺ വയലൻസ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നോൺ വയലൻസ് എന്ന് പറഞ്ഞാൽ അഹിംസ, അതായത് ആരെയും ഹിംസിക്കാതിരിക്കുക. അടുത്ത അദ്ദേഹത്തിൻ്റെ ഒരു സമര രീതിയാണ് ഫാസ്റ്റിംഗ് അഥവാ നിരാഹാരം കിടക്കുക എന്നുള്ളത്. ഇത് വളരെ മൂർച്ചയുള്ളൊരു സമരായുധമായിരുന്നു നിരാഹാരം എന്നുള്ളത്. ഗാന്ധിജിയുടെ മറ്റൊരു സമര രീതിയാണിത്. നിരാഹാരം നടത്തുന്നതിന് കുറച്ച് ക്വാളിറ്റീസ് വേണം എന്ന് ഗാന്ധിജി പറയുന്നുണ്ട്. അതായത് ആത്മീയമായിട്ടുള്ള കരുത്ത് വേണം, അതുപോലെ മനസ്സിന് ശുദ്ധത വേണം, ആന്തരിക അച്ചടക്കവും വേണമെന്ന് ഗാന്ധിജി അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഗാന്ധിജിയുടെ അടുത്തൊരു സമര രീതിയാണ് നിരാഹാരം എന്ന് പറയുന്നത്. ഓക്കെ, ആഹാരം കഴിക്കാതെ പോരാടുക എന്നുള്ളത്. പിന്നെ അടുത്ത അദ്ദേഹത്തിൻ്റെ ഒരു ആശയമാണ് സർവോദയം എന്നുള്ളത്. സർവോദയം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് പൂർണ്ണ ക്ഷേമം എന്നുള്ളതാണ്, എല്ലാവർക്കും ക്ഷേമം എന്നുള്ളതാണ്. ഈ സർവോദയം എന്നുള്ള പദം ഉയർന്നു വന്നിട്ടുള്ളത് സർവ് അതുപോലെ ഉദയ് എന്നീ 2 പദങ്ങളിൽ നിന്നാണ് ഇത് ഉത്ഭവിച്ചിട്ടുള്ളത്. എല്ലാവർക്കും ക്ഷേമം എന്നാണ് ഇതിൻ്റെ അർത്ഥം, അത് നമ്മൾ നേരത്തെ പറഞ്ഞു. ഗാന്ധിജിയുടെ അഭിപ്രായത്തിൽ സർവോദയം എന്നാൽ പരമാവധി ആളുകൾക്ക് പരമാവധി സന്തോഷം ഉറപ്പുവരുത്തലല്ല, മറിച്ച് എല്ലാവർക്കും ക്ഷേമം ഉറപ്പുവരുത്തലായിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, ഈ പദം ഗാന്ധിജി ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് ജോൺ റസ്കിൻ്റെ അൺ ടു ദ ലാസ്റ്റ് എന്ന് പറയുന്ന കൃതിയുടെ പരിഭാഷയുടെ തലക്കെട്ടായിട്ടാണ് ഗാന്ധിജി പദം ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത്. അതായത് സർവോദയം എന്ന് പറയുന്ന പദം ഗാന്ധി ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് ജോൺ റസ്കിൻ്റെ അൺ ടു ദ ലാസ്റ്റ് എന്ന കൃതിയുടെ പരിഭാഷയുടെ തലക്കെട്ടായിട്ടാണ്. സാമ്പത്തിക സമത്വമൊക്കെ ഈ സർവോദയയുടെ ഒരു ഫീച്ചേഴ്സാണ്.
അപ്പോൾ സർവോദയം എന്ന് പറഞ്ഞാൽ ഈ ടൈം ഒന്നും ഓർത്തിട്ടില്ലെങ്കിൽ ഇതെങ്കിലും നിങ്ങൾ ഓർത്ത് വെക്കുക. സർവോദയം എന്ന് പറയുന്നത് ഗാന്ധിജിയുടെ ആശയമാണ്. എല്ലാവർക്കും ക്ഷേമം എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം. പിന്നെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു ആശയമായിരുന്നു സ്വരാജ് എന്നുള്ളത്. അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ബാഹ്യമായ നിയന്ത്രണങ്ങളിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ്. ബാഹ്യമായ നിയന്ത്രണങ്ങളിൽ നിന്നെല്ലാം ഉള്ള ഒരു സ്വാതന്ത്ര്യം, സ്വന്തം ഭരണകൂടമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു സെൽഫ് റൂൾ, ഒരു സ്വയം ഗവൺമെൻറ്റാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഗാന്ധിജിയുടെ മറ്റൊരാശയമാണ് സ്വരാജ്. സ്വരാജ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വന്തം ഭരിക്കുക, ബാഹ്യമായ ശക്തികളുടെ നിയന്ത്രണമില്ലാതെ സ്വന്തം ഭരിക്കുക എന്നുള്ളതാണ്. അതായത് ഇന്ത്യയെ സംബന്ധിച്ചാണെങ്കിൽ ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്നൊക്കെ സ്വതന്ത്രമായിക്കൊണ്ട് ഇന്ത്യ സ്വതന്ത്രമായിട്ട് ഭരിക്കുക, സ്വന്തമായിട്ട് ഭരണം നടക്കുന്നതിനെയാണ് സ്വരാജ് എന്ന് പറയുന്നത്, സ്വന്തം രാജ്യം. ഓക്കെ. അപ്പോൾ ഇത്രയാണ് ഗാന്ധിജിയുടെ ആശയങ്ങൾ. അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള വിവിധ സത്യാഗ്രഹങ്ങളെ കുറിച്ചിട്ടാണ്. അതായത് ആദ്യകാലത്ത് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള വിവിധ സത്യാഗ്രഹങ്ങൾ, ചമ്പാരൻ സത്യാഗ്രഹം, ഗേദ സത്യാഗ്രഹം, അഹമ്മദാബാദ് തുണിമിൽ സമരം തുടങ്ങിയവയാണ് ആദ്യ കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള ഗാന്ധിജിയുടെ നേതൃത്വത്തിലുള്ള സത്യാഗ്രഹങ്ങൾ. അപ്പോൾ ഇതിൽ ആദ്യമായിട്ട് വരുന്നത് ചമ്പാരൻ സത്യാഗ്രഹമാണ്. അതെന്താണെന്ന് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ചമ്പാരൻ സത്യാഗ്രഹം എന്ന് പറയുന്നത് 1917 നടന്നിട്ടുള്ളത്. ബീഹാറിലെ ചമ്പാരൻ എന്ന് പറയുന്ന ജില്ലയിലാണ് ഈ സത്യാഗ്രഹം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്നത്. ഇതിനൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1914 മുതൽ ഈ പ്രദേശത്തെ കർഷകരെ കൊണ്ട് ബ്രിട്ടീഷുകാർ നീലം കൃഷി കൂടുതലായിട്ട് ചെയ്യിപ്പിച്ചു. അവർ ഭക്ഷ്യവിളകളാണ് കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നത്, പക്ഷേ അതിൽ നിന്ന് മാറ്റി നാണ്യവിളയായിട്ടുള്ള നീലം അവരെ കൊണ്ട് കൃഷി ചെയ്യിപ്പിച്ചു. മാത്രമല്ല ഈ നീലം വളരെ കുറഞ്ഞ വിലക്കാണ് ബ്രിട്ടീഷുകാർ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിയത്. ഇതിൽ നിന്നൊരു മിച്ചവും ഈ നീലം കൃഷി ചെയ്ത കർഷകർക്ക് ഉണ്ടായില്ല. കൂടുതൽ ലാഭം കിട്ടുന്നൊക്കെ പറഞ്ഞ് പറ്റിച്ചിട്ട് അവരുടെ വിളനിലങ്ങളെല്ലാം മാറ്റം വരുത്തിക്കൊണ്ട് നീലം അവരെ കൊണ്ട് കൃഷി ചെയ്യിപ്പിച്ചു. ഇതിൽ നിന്നൊരു ലാഭവും ഈ നീലം കർഷകർക്ക് ലഭിച്ചതില്ല. മാത്രമല്ല ഇവരിൽ നിന്ന് വമ്പിച്ച നികുതി ആര് ഈടാക്കിയിട്ടുണ്ടായിരുന്നു? ബ്രിട്ടീഷുകാർ ഈടാക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല നീലത്തിന് വളരെ കുറച്ച് വിലയാണ് ലഭിച്ചത്. അപ്പോൾ ഇവർക്ക് ഭക്ഷ്യവസ്തുക്കൾ വാങ്ങാൻ പോലും, അതായത് ഭക്ഷണ സാധനങ്ങൾ വാങ്ങാൻ പോലും ഈ പൈസ തികഞ്ഞിട്ടുണ്ടായിരുന്നില്ല, മെച്ചം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഈ കൃഷിയിൽ നിന്ന്. നേരത്തെ ഭക്ഷ്യവിള കൃഷി ചെയ്ത സമയത്താണെങ്കിൽ ഇവർക്ക് കഴിക്കാനുള്ള ഭക്ഷണമെങ്കിലും അതിൽ നിന്ന് കിട്ടുമായിരുന്നു. നെല്ലോ ഗോതമ്പൊക്കെ കൃഷി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് ജീവിക്കുകയും ചെയ്യാമായിരുന്നു. അപ്പോൾ ഈ നീലം ആയ സമയത്ത് ഈ നീലം കഴിക്കാൻ പറ്റില്ലല്ലോ, ഇത് ബ്രിട്ടീഷുകാർക്ക് കിട്ടുന്ന വിലക്ക് വിൽക്കുക എന്നല്ലാതെ ഇവർക്ക് മറ്റൊരു നിവൃത്തിയില്ലായിരുന്നു. അങ്ങനെ ഇവർ പൂർണ്ണമായിട്ടും ദുരിതത്തിലായപ്പോൾ ഗാന്ധിജി ഈ പ്രശ്നം അറിയുകയും ഗാന്ധിജി സത്യാഗ്രഹം ഏറ്റെടുക്കുകയാണ് ചെയ്തത്. ഇതാണ് ഗാന്ധിജി 1917 ഏപ്രിൽ 10 കൂടിയിട്ട് ചമ്പാരനിലെത്തുകയും അവിടെ സത്യാഗ്രഹം ആരംഭിക്കുകയും ചെയ്തു. തുടർന്ന് ഈ സത്യാഗ്രഹം വിജയിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. തൊട്ടടുത്ത വർഷം തന്നെ മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള മറ്റൊരു സമരമാണ് ഗേദ സത്യാഗ്രഹം എന്ന് പറയുന്നത്. ഇത് മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള രണ്ടാമത്തെ സമരമാണ്. ഈ ചമ്പാരന് ശേഷം 1918 ഇത് നടന്നിട്ടുള്ളത്. ഈ സത്യാഗ്രഹത്തിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗേദ ജില്ലയിലെ കർഷകർക്കുണ്ടായ പ്രശ്നങ്ങളിലാണ് ഗാന്ധിജി ഇടപെട്ടിട്ടുണ്ടായിരുന്നത്. അതായത് ഗേദ ജില്ലയിലെ കർഷകരുടെ കൃഷി, ഇവരുടെ വിളകൾ പൂർണ്ണമായിട്ടും നശിക്കാനായിട്ട് തുടങ്ങി. വിവിധ കാരണങ്ങളും അതുപോലെ കാലാവസ്ഥ മാറ്റവും കൊണ്ട് ഇവരുടെ കൃഷി നശിക്കാൻ തുടങ്ങി. മാത്രമല്ല അന്ന് കാലത്ത് പ്ലേഗിൻ്റെ പ്ലേഗ് എപ്പിഡമിക്സ് പടർന്നു പിടിക്കുന്ന കാലഘട്ടമായിരുന്നു. ഈ പ്ലേഗിൻ്റെ പകർച്ചവ്യാധിയും അതുപോലെ തന്നെ വിളനാശവും കാരണം കർഷകർ പൂർണ്ണമായിട്ടും ദുരിതത്തിലായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ സമയത്തൊന്നും ബ്രിട്ടീഷുകാർ ഒരു തുള്ളി നികുതി പോലും കുറച്ചു കൊടുക്കാനായിട്ട് തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. കർഷകർ ഇത്രയും ദുരിതം നേരിട്ടപ്പോഴും ഗേദയിലെ കർഷകർ ഇത്രയും ദുരിതം നേരിടുന്ന സമയത്ത് കൂടി ബ്രിട്ടീഷുകാർ ഒരു ഭൂനികുതി 1% പോലും കുറച്ച് നൽകാൻ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിനെതിരെയും ഗാന്ധിജി സത്യാഗ്രഹം നടത്തുകയും അത് വിജയിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നീട് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള മറ്റൊരു സമരമാണ് അഹമ്മദാബാദ് മിൽ സ്ട്രൈക്ക് എന്ന് പറയുന്നത്. ഇതും നടന്നിട്ടുള്ളത് 1918 തന്നെയാണ്. 1918 അഹമ്മദാബാദിലെ തുണിമിൽ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടാണ് ഇദ്ദേഹം സമരം നടത്തിയിട്ടുള്ളത്. മറ്റേത് കർഷകർക്ക് വേണ്ടിയായിരുന്നു, ഇത് അഹമ്മദാബാദിലെ തുണിമിൽ തൊഴിലാളികൾക്ക് വേണ്ടിയാണ്. ഇവിടെ ഈ തുണിമിൽ ഫാക്ടറികളിൽ തൊഴിലാളികളും മുതലാളിയും തമ്മിൽ എന്തുണ്ടായിരുന്നു, ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതായത് തൊഴിലാളികളെ ഉപയോഗിച്ചുകൊണ്ട് മുതലാളിമാർ കൃത്യമായ ചൂഷണം ചെയ്യുകയായിരുന്നു. തൊഴിലാളികളെ കൂടുതൽ സമയം ജോലി ചെയ്യിപ്പിക്കുകയും അവർക്ക് കുറഞ്ഞ കൂലി മാത്രമാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല തൊഴിലാളികളുടെ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ വളരെയധികം കുറവുമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഗാന്ധി അഹമ്മദാബാദിൽ എത്തുകയും
തൊഴിലാളികളുടെ പ്രശ്നം പരിഹരിക്കുന്നത് വരെ, അവരുടെ കൂലി കൂട്ടുന്നതും ജോലി സമയം കുറക്കുന്നതൊക്കെ വരെ, മരണം വരെ സത്യാഗ്രഹം കടക്കാനായിട്ട് തീരുമാനിക്കുകയാണ് ഗാന്ധിജി. അങ്ങനെ സത്യാഗ്രഹത്തിൻ്റെ 4ാമത്തെ ദിവസം തന്നെ സത്യാഗ്രഹം വിജയിക്കുകയാണ്. തൊഴിലാളികളുടെ കൂലി 35% വർദ്ധിപ്പിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള 3 സമരങ്ങളെ കുറിച്ചിട്ടാണ്. ചമ്പാരൻ സത്യാഗ്രഹം, ഗേത്ത സത്യാഗ്രഹം, അതുപോലെ അഹമ്മദാബാദ് തുണിമിൽ സമരം എന്നിവയാണ് പറഞ്ഞത്. അടുത്തായിട്ട് നമുക്ക് പറയാനുള്ളത് റൗലറ്റ് നിയമത്തിനെ കുറിച്ചിട്ടാണ്. റൗലറ്റ് ആക്ട് 1990 1919 നടപ്പിലാക്കിയിട്ടുള്ള റൗലറ്റ് ആക്ടിനെ കുറിച്ചിട്ടാണ് നമുക്ക് പറയാനുള്ളത്. ഒരു എക്സാം പോയിന്റ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ എന്താണ് റൗലറ്റ് ആക്ട്, ആരാണ് ഇത് നടപ്പിലാക്കിയത്, എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇത്രയും കാര്യങ്ങൾ മാത്രം നമ്മൾ നോക്കി വെച്ചാൽ മതി. അപ്പോൾ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയിട്ടുള്ള ഒരു കരി നിയമമായിരുന്നു ഈ റൗലറ്റ് ആക്ട് എന്ന് പറയുന്നത്. റൗലറ്റ് ആക്ട് എന്നുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഭീകരവാദിയാണെന്ന് സംശയിക്കുന്ന ഏതൊരാളെയും വിചാരണ കൂടാതെ 2 വർഷം വരെ തടവിൽ വെക്കാനുള്ള അധികാരം ഈ നിയമം സർക്കാർ നൽകിയിട്ടുണ്ടായിരുന്നു. ഇതാണ് റൗലറ്റ് നിയമം. അതായത് ബ്രിട്ടീഷുകാർക്ക് കാണുന്ന ആരെയും അല്ലെങ്കിൽ തോന്നുന്ന ആരെയും എന്ത് ചെയ്യാം, വിചാരണ കൂടാതെ ഒരു പ്രശ്നങ്ങളുമില്ലാതെ നേരെ അവരെ തടവിൽ പാർപ്പിക്കുക. വിചാരണ ഒന്നും ആവശ്യമില്ല, അറസ്റ്റ് ചെയ്യുക, തടവിലേക്ക് കൊണ്ടുപോവുക. പ്രശ്നം ഉണ്ടാക്കുന്ന ആരായാലും അവരെ എന്ത് ചെയ്യുക, തടവിൽ പാർപ്പിക്കാനുള്ള അധികാരം ലഭിക്കുന്ന ഒരു നിയമമായിരുന്നു 1919 റൗലറ്റ് നിയമം എന്ന് പറയുന്നത്. സർ സിഡ്നി റൗലറ്റിൻ്റെ അധ്യക്ഷതയിലുള്ള കമ്മിറ്റിയുടെ നിർദ്ദേശത്തിൻ്റെ പ്രകാരമാണ് ഈ നിയമം ഉണ്ടാക്കിയിട്ടുള്ളത്. സർ സിഡ്നി റൗലറ്റിൻ്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി കൂടുകയും അതിൽ നിന്നുള്ള ശുപാർശ പ്രകാരമാണ് ഈ റൗലറ്റ് നിയമത്തിൻ്റെ ബേസ് എന്ന് പറയുന്നത്. പിന്നെ ഈ നിയമം നടപ്പിലാക്കിയിട്ടുള്ളത് 1919 മാർച്ചോട് കൂടിയാണ് ഈ നിയമം പ്രാബല്യത്തിൽ വന്നത്. ഇതിനെതിരെ ഇന്ത്യ ഒട്ടാകെ, ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ ധാരാളം പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നു. അവസാനം ഈ റൗലറ്റ് ആക്ടിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ എത്തിച്ചത് ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയിലായിരുന്നു. അപ്പോൾ നമ്മൾ റൗലറ്റ് ആക്ടിനെ കുറിച്ചിട്ട് പറഞ്ഞു. റൗലറ്റ് ആക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാർക്ക് വിചാരണ കൂടാതെ തോന്നുന്ന ഏതൊരാളെയും അറസ്റ്റ് ചെയ്യാനും 2 വർഷം വരെ തടവിൽ പാർപ്പിക്കാനുള്ള അധികാരം കൊടുക്കുന്ന നിയമമായിരുന്നു. സർ സിഡ്നി റൗലറ്റ് ആണ് ഇതിൻ്റെ ഒരു ഉപജ്ഞാതാവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും മനസ്സിലാക്കി വെച്ചോ. അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയെ കുറിച്ചിട്ടാണ്. എന്താണ് ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല, അതിൻ്റെ പശ്ചാത്തലം എന്തായിരുന്നു, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ ഈ റൗലറ്റ് ആക്ടിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു. അതായത് കാണുന്ന ഏതൊരാളെയും അറസ്റ്റ് ചെയ്യാനും തടവിൽ പാർപ്പിക്കാനുള്ള അധികാരം ബ്രിട്ടീഷ് ഗവൺമെൻറ് കൊടുക്കുന്ന ഒരു കരി നിയമമായിരുന്നു റൗലറ്റ് ആക്ട്. അപ്പോൾ ഈ കരി നിയമത്തിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ ഇന്ത്യ ഒട്ടാകെ അരങ്ങേറിയിട്ടുണ്ടായിരുന്നു. പഞ്ചാബിൽ ഈ റൗലറ്റ് ആക്ടിനെതിരെ പ്രതിഷേധിച്ചിട്ടുള്ള സൈഫുദ്ദീൻ കിച്ലു, അതുപോലെ തന്നെ ഡോക്ടർ സത്യപാൽ എന്നിവരൊക്കെ ബ്രിട്ടീഷ് ഗവൺമെൻറ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവർ അറസ്റ്റ് ചെയ്തതിൻ്റെ ഭാഗമായി, അതായത് കിച്ലുവിനെയും സത്യപാലിനെയൊക്കെ അറസ്റ്റ് ചെയ്തതിൻ്റെ ഭാഗമായി ജനങ്ങൾ ഹർത്താൽ നടത്താനൊക്കെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ബാക്കി പത്രമായിട്ടാണ് ഇവരെല്ലാവരും കൂടി ഒരു പ്രതിഷേധ യോഗം ചേരാനായിട്ട് തീരുമാനിക്കുന്നത്. ജാലിയൻവാലാബാഗ് എന്ന് പറയുന്ന മൈതാനത്താണ് ഇവർ യോഗം ചേരാനായിട്ട് തീരുമാനിക്കുന്നത്. ഈ ഒരു മൈതാനത്തിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ചുറ്റുഭാഗവും മതിലുകളാൽ ചുറ്റപ്പെട്ടിട്ടുള്ളൊരു മൈതാനമാണ്. പിന്നെ ഇതിന് ചെറിയ ചെറിയ ഇടുങ്ങിയ വാതിലുകൾ മാത്രമാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സമാധാനപരമായിട്ട് തന്നെയായിരുന്നു പ്രതിഷേധക്കാർ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, സമരം നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ സമയത്ത് ജനറൽ ഡയറിൻ്റെ നേതൃത്വത്തിലുള്ള ഗൂർഖ റെജിമെൻറ്റ് ഏകദേശം 100ന് മുകളിലുള്ള പട്ടാളക്കാരെ കൊണ്ട് അവിടെ വരികയും ഈ സമാധാനപരമായിട്ട് സമരം ചെയ്യുന്ന പ്രതിഷേധക്കാർക്കിടയിലേക്ക് വെടിയുതിർക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏകദേശം 1650 റൗണ്ട് വെടിയാണ് ഇവർ ഉതിർത്തിട്ടുണ്ടായിരുന്നത്. പട്ടാളക്കാരുടെ കയ്യിലുള്ള റൗണ്ടുകൾ തീരുന്നത് വരെ വെടിയുതിർക്കാനാണ് ജനറൽ ഡയർ കൽപ്പിച്ചത് എന്ന് അവിടെ കണ്ടു നിന്നിട്ടുള്ള സാക്ഷികൾ പറയുന്നുണ്ട്. ഈ ജാലിയൻവാലാബാഗ് മൈതാനത്തിൻ്റെ പ്രത്യേകത നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ചുറ്റും മതിലുകളാൽ കവർ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു മൈതാനമാണ് ജാലിയൻവാലാബാഗ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ വാതിലുകളും വളരെ ചെറുതായിരുന്നു. പിന്നെ ഉള്ള വാതിലുകൾ, ധാരാളം വാതിലുകൾ ജനറൽ ഡയർ അടച്ചു വെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അത് തടഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ഈ വാതിലുകൾ, ജനങ്ങൾ പുറത്തു പോകാതിരിക്കാൻ. അപ്പോൾ ഇങ്ങനെ സമാധാനപരമായിട്ട് സമരം ചെയ്യുന്ന ജനങ്ങൾക്കിടയിലേക്ക് പെട്ടെന്ന് ഫയർ ചെയ്തപ്പോൾ ജനങ്ങൾ ചിതറി ഓടുകയും വെടി കൊണ്ടിട്ടും ആളുകൾ തമ്മിൽ കൂട്ടിയിടിച്ചിട്ടും തിരക്കിൽ പെട്ടിട്ടൊക്കെ ധാരാളം ആളുകൾ മരണപ്പെടുകയാണ് ചെയ്തത്. ബ്രിട്ടീഷ് ഗവൺമെൻറ് കണക്കനുസരിച്ച് ഏകദേശം 379 പേരാണ് മരണപ്പെട്ടിട്ടുള്ളത്. പക്ഷേ യഥാർത്ഥത്തിൽ 1000ന് മുകളിൽ പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ജാലിയൻവാലാബാഗ് എന്ന് പറയുന്നത് റൗലറ്റ് ആക്ടിനെതിരെ പ്രതിഷേധിക്കാൻ വേണ്ടിയിട്ട്
വന്നിട്ടുള്ള ജനങ്ങൾക്കെതിരെ ജനറൽ ഡയർ എന്ന് പറയുന്ന ഓഫീസർ ഒരു പ്രകോപനവും കൂടാതെ വെടിവെക്കാൻ കൽപ്പിക്കുകയായിരുന്നു. ഇതിൽ ഏകദേശം 379ഓളം പേര് മരണപ്പെട്ടിട്ടുണ്ട് എന്നാണ് ബ്രിട്ടീഷ് കണക്കുകൾ പറയുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഇത് 1000-ന് പുറത്തായിരുന്നു. ഓക്കെ, ഇതിനെതിരെ ധാരാളം വിമർശനങ്ങളാണ് ലോകവ്യാപകമായിട്ട് ഉയർന്നു വന്നത്. ശേഷം ഡയറിനെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ബ്രിട്ടീഷുകാർക്കിടയിൽ ഈ ജനറൽ ഡയർ എന്ന് പറയുന്നത് ഒരു ഹീറോ ആയിട്ടാണ് ബ്രിട്ടീഷുകാർ കണ്ടിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഈ ജാലിയൻവാലാബാഗ് സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ഹണ്ടർ കമ്മീഷനെ ഒക്കെ നിയമിച്ചിട്ടുണ്ടായിരുന്നത്. ഹണ്ടർ കമ്മീഷൻ്റെ കണ്ടെത്തലുകൾ എന്ന് പറയുന്നത് ജനറൽ ഡയർക്ക് എതിര് തന്നെയായിരുന്നു. കാരണം ജനറൽ ഡയർ ഒരു പ്രകോപനവും ഇല്ലാതെയാണ് ഫയർ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നാണ് ഇവർ കണ്ടെത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ജാലിയൻവാലാബാഗ് അതിൻ്റെ വർഷം ഓർത്ത് നോക്കുക, 1919 ഉണ്ടായിട്ടുള്ളത്, പഞ്ചാബിലാണ്. റൗലറ്റ് ആക്ടിനെതിരെ പ്രതിഷേധിക്കാൻ വന്നവർക്കെതിരെ ഒരു പ്രകോപനവും ഇല്ലാതെയാണ് ജനറൽ ഡയർ ഫയർ ചെയ്യാനായിട്ട് കൽപ്പിച്ചത്. ഓക്കെ.